ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് CBIയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CBIയുടെ കൊച്ചി യൂണിറ്റ് ഇന്നലെ പ്രാഥമികമായ അല്ലെങ്കിൽ ആദ്യഘട്ട കുറ്റപത്രം ആ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. ഇനി അത് ആ കുറ്റപത്രം അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ള അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസ് പോലീസിൻ്റെ കൈവശമുള്ള മുഴുവൻ ഫയലുകളും CBIക്ക് ലഭിച്ചാൽ മാത്രമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത് ലൈഫ് മിഷന് പുറത്തുള്ള യൂണിറ്റാക്കും അതുപോലെ തന്നെ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അന്ന് CBIക്ക് പരാതി നൽകുന്ന അന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അല്ലെങ്കിൽ തലേ ദിവസമാണ് സംസ്ഥാന വിജിലൻസ് ഇതുമൊരു കേസെടുക്കുന്നത്. ആ കേസെടുത്തതിൻ്റെ ഭാഗമായി അന്ന് തന്നെ പിന്നെ ലൈഫ് മിഷനിലുണ്ടായിരുന്ന മുഴുവൻ ഫയലുകളും വിജിലൻസ് പോലീസ് എടുത്തു കൊണ്ടുപോയുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് CBIയുടെ FIR വരുന്നത്. CBIയുടെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന വിജിലൻസ് ഈ ഫയലുകൾ മുഴുവൻ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന പോലീസിന് ഇതുമേ അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസിന് ചാർജ് പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. കേസന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ വളരെ സജീവമായി സത്യസന്ധമായി അന്വേഷണത്തിൽ ഏർപ്പെട്ട ഒരു DYSP സർക്കാരിൻ്റെ തന്നെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ജോലിയിൽ നിന്ന് വളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്ത് പോകുന്ന ഒരു സാഹചര്യം വരെ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് എൻ്റെ പരാജയത്തിന് ശേഷം ആ കേസ് കാര്യമായി വിജിലൻസ് അന്വേഷിച്ചിരുന്നില്ല. CBIക്കും ആ കേസ് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. കാരണം ഫയലുകൾ മുഴുവൻ വിജിലൻസിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു, ഈ FIR കോഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ കേസ് നീട്ടി പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ കേസും പൂർണ്ണമായിട്ടില്ല. അതിനിടയിലാണ് പിന്നെ CBI കൊച്ചി യൂണിറ്റ് 2 ദിവസം മുമ്പ് ഇതിൻ്റെ ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുള്ളത്. പിന്നെ അത് അന്വേഷണം കൃത്യമായി പൂർത്തിയാകണമെങ്കിൽ 2-3 കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാകേണ്ടത്. കാരണം അന്ന് ഈ വിജിലൻസ് അന്വേഷണം ഏറ്റവും ആദ്യം ഞങ്ങൾ തന്നെയാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഗവൺമെൻറ് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. CBIക്ക് ഞങ്ങൾ പരാതി നൽകാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഗവൺമെൻറ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചതിന് ശേഷമാണ് CBIക്ക് പരാതി കൊടുക്കുന്നത്. ഇന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇന്ന് ആഭ്യന്തരമന്ത്രിയാണ്. വിജിലൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്റ്റാൻഡ് വിജിലൻസ് അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. അന്നത്തെ ആ സ്റ്റാൻഡ് രമേശ് ചെന്നിത്തല എടുക്കണം. വിജിലൻസ് അന്വേഷണം സർക്കാർ ആ ഉത്തരവ് പിൻവലിക്കണം. വിജിലൻസിൻ്റെ കയ്യിലുള്ള മുഴുവൻ രേഖകളും കോടതിയുടെ അനുമതിയോടുകൂടി CBIക്ക് കൈമാറണം. അതാണ് ഒന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്, കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായും അന്ന് ആ ചർച്ച നയിച്ച ബഹുമാനായ VD സതീശൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, വളരെ കൃത്യമായും ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരോ വിഷയങ്ങളിലെയും കൃത്യമായ ഇടപാടുകൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയുമാണ്. സുപ്രീം കോടതിയിൽ പിന്നെ CBI അന്വേഷണത്തിൻ്റെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെ അദ്ദേഹവും അന്ന് എതിർത്തിരുന്നതാണ്. സ്വാഭാവികമായും അദ്ദേഹം നിയമമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഗവൺമെൻറ് കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായും സുപ്രീം കോടതിയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. 2 വിഷയങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് വളരെ കൃത്യമായും പ്രതികളിലേക്ക് എത്തണമെങ്കിൽ സുപ്രീം കോടതിയിൽ ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. അത് ഗവൺമെൻറ് ആണ് അത് ചെയ്യേണ്ടത്, നിയമവകുപ്പാണ് ചെയ്യേണ്ടത്. രണ്ടാമത്, വിജിലൻസ് കേസ് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ വിജിലൻസ് കേസും സംസ്ഥാന ഗവൺമെൻറ് പിൻവലിക്കണം. ഈ 2 കേസുകളും പിൻവലിച്ച് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളോടും കൂടി ഇപ്പോൾ CBI അന്വേഷിക്കുന്ന FCRയുടെ വിഷയങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല, അഴിമതി നിരോധന നിയമവും അതുപോലെ തന്നെ ഈ വിഷയത്തിലെ ഗൂഢാലോചനയും എല്ലാം ചേർത്ത് CBIക്ക് ഗവൺമെൻറ് കൈമാറാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സംസ്ഥാന ആഭ്യന്തര നിയമ വകുപ്പുകൾ മുൻകൈയെടുത്ത് ഈ കേസ് പൂർണ്ണമായും CBIക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നാം ഘട്ട കുറ്റപത്രം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ അന്നത്തെ ലൈഫ് മിഷൻ്റെ ഭാരവാഹികളിലേക്ക് കേസ് പോകണം. അന്നത്തെ ലൈഫ് മിഷൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് പിന്നെ ചെയർമാൻ പിണറായി വിജയനാണ്, വൈസ് ചെയർമാൻ അന്നത്തെ പിന്നെ LSD മിനിസ്റ്റർ AC മൊയ്തീനാണ്, അന്നത്തെ ലൈഫ് മിഷൻ CEO UV ജോസാണ്. ഇതിനെല്ലാം ആസൂത്രണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനാണ്. ഈ 4 പേരിലേക്കും അന്വേഷണം പോകണമെങ്കിൽ CBIക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഗവൺമെൻറ് കൊടുക്കണം. നിലവിൽ അതൊരു കോടതിയുടെ സംവിധാനത്തിൻ്റെ ഭാഗം എന്ന രീതിയിലാണ് അന്വേഷണം പോകുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഇടപെടലുണ്ടെങ്കിൽ തന്നെ മറ്റ് CBI കേസുകൾക്ക് വിഷയം എന്ന് പറയുന്നത് സ്വമേധയെ എടുക്കുന്ന കേസുകളാണ്, രാഷ്ട്രീയ വൈരാഗ്യം മൂലം എടുക്കുന്ന കേസുകളാണ്. ഇതല്ല സ്ഥിതി. ഇത് ആ പ്രദേശത്ത് തന്നെ ജനപ്രതിനിധി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയുള്ള FIR-ആണ്, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇട്ട FIR-ആണ്. മറ്റ് കേസുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ CBI കേസുകൾക്ക് ED കേസുകൾക്ക് പ്രത്യേകത അതിനൊന്നും പരാതിക്കാരുണ്ടാകാറില്ല. ആ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായുള്ള ബ്ലാക്ക് മെയിലിന് വിധേയമായിട്ടുള്ള ചില കേസുകൾ ഉണ്ടാകാറുണ്ട്. ഇത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആ പ്രദേശത്തെ ജനപ്രതി എന്ന രീതിയിൽ നൽകിയ പരാതിയാണ്. ആ പരാതിയിലെ പരാതിക്കാരൻ ലൈവാണ്. പിന്നെ ഈ FIR-നകത്ത് വളരെ കൃത്യമായും പരാതിക്കാരൻ്റെ പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും. CBI എന്തെങ്കിലും തരത്തിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ BJP സ്വഭാവത്തിലേക്ക് CBI പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും പരാതിക്കാരെന്ന രീതിയിൽ എനിക്ക് കോടതിയുടെ നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്നുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഈ കേസ് CBIക്ക് വിടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.